മൂന്നാർ ആനച്ചാലിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടന്ന സ്കൈ ഡൈനിങ് താൽക്കാലികമായി അടച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചു എന്ന് കണ്ടെത്തിയതിനാലാണ് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഉടമയ്ക്കും നടത്തിപ്പുകാരനുമെതിരെ വെള്ളത്തൂവൽ പോലീസ് കേസെടുത്തു. സ്കൈ ഡൈനിങ് നടത്തുന്നതിന് ടൂറിസം വകുപ്പിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നിലവിലില്ല. പുതിയ തരം സാഹസിക വിനോദമായതിനാലാണിത്. അനുമതി നൽകേണ്ടത് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി. ഏതൊക്കെ വകുപ്പുകളുടെ അനുമതി വാങ്ങണമെന്ന കാര്യത്തിലും കൃത്യമായ നിർദ്ദേശങ്ങളില്ല. സദേൺ സ്കൈസ് എയ്റോ ഡൈനാമിക്സ് എന്ന സ്ഥാപനത്തിന് റെസ്റ്റോറന്റ് നടത്താനും ലൈസൻസ് ഉണ്ടായിരുന്നില്ല. ഇതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ജീവൻ അപകടത്തിലാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഉടമസ്ഥനായ സോജൻ ജോസഫ്, നടത്തിപ്പുകാരനായ പ്രവീൺ എന്നിവർക്കെതിരെ വെള്ളത്തൂവൽ പോലീസ് കേസെടുത്തു. അതേസമയം സ്കൈ ഡൈനിങ് നടത്തിപ്പിന് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്ന നടപടികൾ ടൂറിസം വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ സാഹസിക വിനോദ ഉപാധികൾക്കെതിരെയും ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിക്കും. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.